മച്ചപ്പിയേ മച്ചപ്പി ഇറങ്ങില്ലേ? എന്താ ഇറങ്ങല്ലെന്ന് പ്രാർത്ഥിച്ചാ ഓടി വരുമായിരുന്നു. ഇനിയിപ്പൊ നീ വരണ്ട. അതെ, ഇനി ഒരുങ്ങിട്ടൊക്കെ എപ്പോരാനാ വരണ്ട. ഞാനും വരുന്നില്ല, നിങ്ങളും പോണ്ട. ആ പാലാച്ചി വീടിന്റെ ഒരു സൈഡിലാണ് ഇടിഞ്ഞു വീണത്. എന്താ എന്താ അവിടെ പാലാച്ചിന് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ടാർപ്പ വലിച്ചു കെട്ടാൻ വേണ്ടി ഒരു കയറ് ജനലിന്റെ അറ്റത്ത് കെട്ടിയിട്ട് അത് വലിച്ചൊരു തെങ്ങ കെട്ടിയതാ. കയറ് വലിച്ചപ്പോഴത്തേന് ആ ജനലിൽ 4-5 കട്ടല്ലാണ്ട് ഇടിഞ്ഞ് അവിടുത്തെ അപ്പച്ചന് തല വീണു. ഒരു ബന്ധുവിന് പേർക്കുണ്ട്. രണ്ടുപേരും ഹോസ്പിറ്റലിൽ. പുതിയ വീടല്ലേ? ഞാൻ സാറൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് ചെന്ന് കയറല്ലേന്ന്. അയ്യോ, അതെങ്ങനെ പറ്റിയത്? എങ്ങനെ പറ്റി? എങ്ങനെ പറ്റാതിരിക്കും? എങ്ങനെ പറ്റാതിരിക്കും? ആ പുറകുവശത്തോട്ട് ചെന്ന് നോക്ക്. അവിടെ ആ വീട് പണിയാൻ കൊണ്ടുവന്ന എന്താണ് സിമെന്റ് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങോട്ട് ചുമന്നിട്ട് വന്നു. ഒരു വീട് പണിയാൻ ഇത്രയും സിമെന്റിന്റെ ആവശ്യമില്ലേ? അതിൽ നിന്ന് പകുതി അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തുപ്പൽ പോലെ പൂശി വിട്ടേക്കുവാ. ആ മനുഷ്യൻ മരിച്ചുപോയി ആരോട് ഉത്തരം പറയും? ഒന്നും പറയാനില്ലേ നിനക്ക്? ഇനി ഒന്നും പറയാനില്ലേ? പറയാനുണ്ട്. എനിക്ക് അപ്പച്ചനോടും അമ്മച്ചിയോടും പറയാനുണ്ട്. ചെന്നങ്ങോട്ട് കയറിക്കൊടു. ഞാനും അപ്പച്ചനും അമ്മച്ചിയും നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ആര് ചതിച്ചു? ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ തരണം മണലും സിമന്റും കൊള്ളൂല. അത് ഗുണനിലവാരം ഇല്ലാത്തതാണ്, വ്യാജനാണ്. അത് ഗുണമില്ലാത്തതുകൊണ്ടാണ് ഇത് വീട് പൊളിഞ്ഞു വീണതെന്ന് ഞാൻ അവരോട് പറയും. എന്നിട്ട് ഞങ്ങളെ വോട്ട് ഒന്ന് ജയിപ്പിക്ക്. അപ്പൊ നല്ല സാധനം കൊടുത്ത് നല്ല വീട് പണിഞ്ഞു കൊടുക്കും ഞങ്ങൾ. ആ മായം ചേർത്ത സിമന്റ് അല്ലേ ഇവിടെ കൊണ്ടുവച്ചത്? എന്റെ പൊന്നോ, അതുകൊണ്ട് കക്കൂസ് പണിയാൻ നന്നായി. ശരിക്കും പണിയണായിരുന്നു. ചെന്നവിടെ രാവിലെ പോയി ഇരിപ്പിരിക്കൂല്ലേ? ഒന്നേരം ഭിത്തിയെല്ലാം കൂടി ഇടിഞ്ഞു പോയി ഇതിന്റെ തലയിലോട്ട് അങ്ങ് വീഴണമായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് തീർന്നേനല്ലോ അപ്പൊ.